നമസ്തേ. പ്രിയപ്പെട്ട 3 BJP MLA-മാരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ മുനമ്പം വിവാദ ഭൂമി വഖഫാക്കി കൊടുക്കുന്നതിനായി മുസ്ലിം ലീഗിനൊപ്പം നിന്ന് പ്രവർത്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരെ സഹായിക്കുന്നവരെ അവർ തിരിച്ചും സഹായിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഈ ലത്തീൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തു. മുനമ്പത്ത് സമരം ചെയ്തു, കൂടാതെ കേന്ദ്രത്തിൽ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നു. എന്നാൽ കോൺഗ്രസുകാർ മുസ്ലിം ലീഗിനോട് ചേർന്ന് ഈ ബില്ലിനെ എതിർത്തു. കൂടാതെ വഖഫ് ബില്ലിന് മാറ്റം പാടില്ല എന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി. മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കിവിടാൻ വഴിയാധാരമാക്കാൻ കൂട്ടുനിന്നു. എന്നാൽ BJPയും വെള്ളാപ്പള്ളി നടേശനും മാത്രം ഇവർക്കൊപ്പം നിന്ന് സമരം ചെയ്തു. 2026 മെയ് 4 വോട്ടെണ്ണി. വൈപ്പിനിൽ കോൺഗ്രസിലെ ടോണി ചമ്മണി 15,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPM-ലെ അഡ്വക്കേറ്റ് MP ഷൈനിക്ക് ലഭിച്ചത് 50,464 വോട്ടുകളാണ്. എന്നാൽ NDA സ്ഥാനാർത്ഥി അനിത തോമസിന് ലഭിച്ചത് വെറും 13,637 വോട്ടുകൾ മാത്രം. എന്ന് വെച്ചാൽ ടോണിയുടെ ഭൂരിപക്ഷമായ 15,648 താഴെ. കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലുള്ള പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ഭാഗമാണ് മുനമ്പം. വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഏകദേശം 600ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഇടതു വലത് മുന്നണികൾ ഒത്തുകളിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും റവന്യൂ അധികാരങ്ങൾ എടുത്തുകളയുകയും ചെയ്യുകയും അതിന് കൂട്ടുനിന്നവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഏകദേശം 600ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയും ഇടതു വലത് മുന്നണികൾ ഒത്തുകളിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും റവന്യൂ അധികാരങ്ങൾ എടുത്തുകളയുകയും ചെയ്യുകയും അതിന് കൂട്ടുനിന്നവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. എന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും പ്രധാനമന്ത്രിയെ കണ്ട് പാർലമെന്റിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് ഈ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ഉറപ്പാക്കാൻ നടപടിയെടുത്ത BJPക്ക് കിട്ടിയത് പരമ്പരാഗത RSS വോട്ടുകൾ മാത്രം. കൂടാതെ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ കിടപ്പാടത്തെക്കാൾ വലുതാണ് ഇവർക്ക് മതം. ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ പരിശ്രമിച്ചവർ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒന്ന് കൊണ്ടറിയുന്നു, രണ്ടിന്റെ ബലാബലം. സത്യം പറയട്ടെ, അതാണ് ആദ്യമേ പറഞ്ഞത്. മുനമ്പം നിവാസികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതിന്റെ ലക്ഷത്തിലൊരംശം മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് കേരള നിയമസഭയിൽ കുറഞ്ഞത് 25 MLA-മാരെങ്കിലും നമുക്ക് കാണുമായിരുന്നു. അവർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ്. അവരെ സഹായിച്ചാൽ അവർ തിരികെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട BJP MLA-മാർ, ഈ മുനമ്പം ഭൂമി വഖഫാക്കാൻ VD സതീശൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ബഹളത്തിനൊന്നും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന PM മോദിയുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളിലൊന്നും പോകാതെ കയ്യും കെട്ടി മിണ്ടാതിരുന്നാൽ മതി. കൂടാതെ കുഞ്ഞാലിക്കുട്ടിയോട് പറയണം, ഈ ഉമീദ് പോർട്ടലിൽ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഭൂമി പെട്ടെന്ന് തന്നെ വഖഫാക്കി വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനോട് പറഞ്ഞ് കിരൺ റിജിജുവിനെ കൊണ്ട് ഏർപ്പാടാക്കണം. ജോർജ് കുര്യന് കാര്യം മനസ്സിലായി. അദ്ദേഹം പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്ത് ഇവർക്ക് മുനമ്പം ഭൂമി വഖഫ് ചെയ്തു കൊടുക്കും. എന്നിട്ട് മലപ്പുറത്ത് നിന്ന് കുറഞ്ഞത് 5 സീറ്റെങ്കിലും BJPക്ക് വിജയിക്കാം. ഇനി ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്ക്, ഫലം 100% ഉറപ്പ്. അവസാനമായി, ഈ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് ക്രിസ്ത്യാനികളെ പോലെ അങ്ങുമിങ്ങുമായി നടക്കുന്നവരല്ല. അവരുടെ പാണക്കാട്ടിൽ ധൈര്യമായി കേക്കുമായി ചെല്ലാം. അവർ ബിരിയാണി തന്ന് സൽക്കരിക്കും. കൂടാതെ വേണ്ട സഹായവും ചെയ്യും. വിളിച്ചു പറയുകയോ നന്ദികേട് കാണിക്കുകയില്ല. മതം മാറ്റം നടത്തിയാൽ ശ്രമിച്ചാൽ തന്നെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുകയും സൗഹൃദത്തിനു വേണ്ടി ജീവൻ വരെ കൊടുക്കുന്നവരുമാണ്. അപ്പോൾ ശരി, കാണാം, പറഞ്ഞെന്ന് മാത്രം. ഹിന്ദു രക്ഷാ മമ